എന്താണ് കുറേ സ്കെച്ച് ഉണ്ട്. പക്ഷേ ഇതിൽ ഏത് കളർ കൊടുക്കും ആലോചിച്ച് എത്ര മണിക്കൂറായെന്നറിയോ? രണ്ട് മൂന്ന് മണിക്കൂർ. ഞാൻ ചോദിക്കുമ്പോഴോ ആലോചിച്ച് ഇത് ഇതാക്കുമ്പോൾ വരെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഇതിപ്പം കൊള്ളുന്ന കളർ ഏതാ കൊള്ളാത്ത കളർ ഏതാന്ന് പോലും ആലോചിച്ച് കിട്ടുന്നില്ല. എന്ത് ചെയ്യാനാ? പിന്നെ ഈ പെട്ടി കുറച്ചാരും ഇരുന്ന് കളിച്ച് ഈ പെട്ടിക്കകത്ത് എന്തോ ഒന്നുമില്ല. വെറുതെ ഇതെന്ന് വെച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് ഏത് കളറാ ഇനി അടുത്തത് ഏതാണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിരിക്കാം. ഞാൻ ഇത് കുറേ ദിവസമായിട്ടോ ജേണലൊക്കെ ചെയ്തിട്ട് അപ്പം ഇപ്പം ജേണലൊക്കെ ചെയ്യാലോ അത് നാളായി എന്നൊക്കെ വിചാരിച്ചു. അപ്പോഴാണ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെ ഒരു സാധനം വീഡിയോയിൽ കണ്ടത്. അപ്പം എനിക്ക് തോന്നി, പക്ഷെ അത് ഒരു കളറാട്ടോ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഒരു കളർ ഇങ്ങനെ ഫുള്ളായിട്ട് കൊടുത്തിരിക്കും, ഇങ്ങനെ ഒരു കളർ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു കളർ ഇങ്ങനെ. പക്ഷെ ഞാൻ കളർ മിക്സ്ഡ് വേറെ കുറേ കളറാക്കിയിട്ടാണ് ഞാനാക്കിയത്. പക്ഷെ ഞാനിത് ആദ്യം നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഇത് പകുതി വരെ ഇങ്ങനെ ഇവിടം വരെയൊക്കെ എത്തിയപ്പം ഞാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതങ്ങനെയില്ല, ഇങ്ങനെ ഒരു ഇങ്ങനെ കളറാക്കിയിട്ടാണെന്ന്. അപ്പം ഈ കളറാണെങ്കിൽ ഈ കളർ ഫുൾ ഇവിടെ കൊടുക്കണം. ഇത് പിന്നെ ഞാൻ ഈ യെല്ലോയും പർപ്പിളും കൂടി ഇങ്ങനെ കൂട്ടിമുട്ടിച്ചിട്ട് കുറേ നേരം വെച്ചിട്ടാണ്. പക്ഷേ ഉദ്ദേശിച്ച സംഭവം നടന്നിട്ടില്ല, അതങ്ങനെ ആയിപ്പോയി. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? 11 സബ്സ്ക്രൈബേഴ്സേ ആയിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കുമ്പോണ്ട് 11. എനിക്ക് വിഷമമാകുന്നുണ്ട് ഗൈസ്. പിന്നെ എന്തിങ്ങനെ സബ്സ്ക്രൈബൊന്നും ചെയ്യാത്തത്? പിന്നെ ഇത് ഫുള്ള് വൃത്തികേടായിരിക്കുകയാണ്. ഞാനിത് എടുത്തിട്ട് കുറേ കാലമായി. പക്ഷേ ഇന്ന് ഞാൻ കളർ ചെയ്യാൻ വേണ്ടി എടുത്തു. അപ്പം എൻ്റെ അനിയനത് കണ്ടു. അനിയൻ കാണാതെ മാത്രമേ ഈ സംഭവം എടുക്കാൻ പാടുള്ളൂ. അതിനകത്ത് ചോറും കറിയും പിന്നെ അവൻ്റെ ഉണ്ടാക്കി കുറുക്കൊക്കെ ഫുൾ കൊടുത്തു. ഞാൻ ഇച്ചിരി ചോറ് വാരി കൊടുത്ത് അതിനകത്ത് ഇട്ടുകയും ചെയ്ത് തുപ്പിയല്ല വായന ഇച്ചിരി പോയി. പിന്നെ കുറുക്ക് ഇങ്ങനെ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ സ്പൂൺ ഇങ്ങനെ തട്ടിയപ്പം അങ്ങ് വീണ് പോയി. അങ്ങനെ ഈ 2 സാധനം ഫുള്ള് ഇതിൽ കിടക്കുന്നുണ്ട്. പിന്നെ അത് കഴുകി പറക്കി വരുമ്പോഴത്തേക്കിന് സമയം കുറേ ആയത്. അതാണ് ഞാൻ ഒരു 2-3 മണിക്കൂറായെന്ന് പറഞ്ഞത്. പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ എൻ്റെ മേശയില്ലേ, ഞാൻ എൻ്റെ സ്റ്റഡി ടേബിളിൽ നിന്ന് വീണ് തല ഇടിച്ചിട്ട് ഇപ്പോൾ ചന്തിക്കുത്തിയാണ് വീണത്. പക്ഷെ തല ഇടിച്ചു, ആരും കണ്ടില്ല. കരയണ കേട്ടപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ ഉണ്ട് വീണടക്കുന്നത്, വെളിയിൽ ഇങ്ങനെ വീണടക്കുന്നത്. അപ്പം എല്ലാവരും, ഞാനാണെങ്കിൽ ഓരോന്നും അതൊക്കെ കഴുകേണ്ട തിരക്കിലായിപ്പോൾ. അപ്പം ഞാനൊന്നും കണ്ടില്ല. ഞാൻ ഓടി വന്ന് നോക്കുമ്പോൾ തല ഇടിച്ച് അങ്ങ് കരഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ അമ്മ പിന്നെ ഓടി വന്ന്. എല്ലാവർക്കും ബൈ. ഞാൻ 2ാമത്തെ വീഡിയോ ആട്ടോ ഇത് ചെയ്യുന്ന വീഡിയോസ്.